നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടംബിൾ ഡ്രയറിനെ പറ്റിയിട്ടാണ്. ഡ്രയർ എല്ലാ വാഷിംഗ് മെഷീനിലും ഉണ്ട്. പിന്നെ എന്താണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം? ടംബിൾ ഡ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് 100% ക്ലോത്ത് ഡ്രയർ ആണ്. അതായത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്ന തുണികൾ പിഴിഞ്ഞാൽ വെള്ളം വരില്ല. പക്ഷെ നമുക്കത് മടക്കി അലമാരയിൽ വെക്കാനോ നേരെ അയണിങ്ങിന് കൊണ്ടുപോകാനോ പറ്റില്ല. അയയിലിട്ട് ഉണക്കുക തന്നെ വേണം. അതേസമയം ടംബിൾ ഡ്രയർ അല്ലെങ്കിൽ 100% ക്ലോത്ത് ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചൂടുവായുവിൻ്റെ പ്രവർത്തനം കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും. അത് നേരെ അയണിങ്ങിന് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മടക്കി അലമാരയിൽ വെക്കുകയോ ചെയ്യാം. ഇത്രയും ഉണങ്ങിക്കിട്ടുന്ന ഒരു ഡ്രയറിന്റെ ആവശ്യം എവിടെയൊക്കെ അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുമ്പൊക്കെ പ്രധാനമായിട്ടും യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ വിന്റർ വളരെ കഠിനമായി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. കാരണം തുണികൾ ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം. എന്നാൽ ഇപ്പൊ ഇന്ത്യയിലും ഇതിന് പ്രചാരം ഏറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല മഴക്കാലമായിട്ട് അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ അതും ഒരു വീട്ടിൽ കുറേ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും തുണി ഉണങ്ങി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ ഒന്ന്, ടെറസിന് മീതെയോ അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്തോ ഡ്രസ് അടിച്ച് അവിടെ തുണി ഉണങ്ങാൻ വേണ്ടി ഇടുന്നവർക്ക് പ്രശ്നമില്ല. 2-3 ദിവസം അവിടെ കിടന്ന് മെല്ലെ ഉണങ്ങി കിട്ടിയാലും പ്രശ്നമില്ല. പക്ഷെ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും തുണി അയയിലിടാനുള്ള സൗകര്യം, അതായത് കുറേ നേരം ഇട്ടുവെക്കാനുള്ള സൗകര്യം തീരെ ഇല്ലാത്തവർക്കും ഇത് വളരെയധികം പ്രയോജനമുള്ള ഒരു കാര്യമാണ്. വളരെയധികം ഉപകാരപ്പെടും. ഞാൻ ഈ ഡ്രയർ വാങ്ങാൻ കാരണം, ഒന്നാമത് ഞാനിത് ഫ്ലാറ്റിൽ താമസിക്കുന്നത് കൊണ്ടും എൻ്റെ ബാൽക്കണികൾക്ക് വളരെയധികം നീളവും വീതിയും ഇല്ലാത്തത് കൊണ്ടും ഒരു ഡബിൾ ബെഡ്ഷീറ്റ്, ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് എല്ലാം അത് ഉണക്കിയിടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അയയിൽ അത്രയും ലെങ്ത് വിരിച്ചിടാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അയയിൽ വിരിച്ചിടുന്ന ആ ബെഡ്ഷീറ്റ് കാറ്റത്ത് പറന്ന് ആ ചെറിയ നനവോട് കൂടിയിട്ട് ചുമരിൽ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ചുമരിലുള്ള പൊടിയും കൂടെ ഈ നനവിൽ ഒട്ടിച്ചേർന്ന് പിടിക്കുകയാണ്. പിന്നെ നല്ല മഴക്കാലാണെങ്കിൽ നമ്മൾ ശീതളടിക്കാന്ന് പറയില്ലേ, ആ മഴത്തുള്ളിലൊക്കെ അങ്ങോട്ട് ചെരിഞ്ഞ് പെയ്യാൻ തുടങ്ങുമ്പോൾ ആ കാറ്റത്ത് ബാൽക്കണിയിൽ തന്നെ അത് വിരിച്ചിട്ടുകൊണ്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ നേരം ഇടുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ നനയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ സ്ഥിരമായി താമസിക്കാത്തത് കൊണ്ട് ഇപ്പൊ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ്, അവസാനത്തെ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് പോകുന്നത് വിചാരിക്കാൻ. ഞാനന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതുവരെ ഉപയോഗിച്ച ബെഡ്ഷീറ്റും തുണികളും ഒക്കെ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ട് അതിന്റെ പിന്നാലെ ഞാനത് ഡ്രയറിലിടും. അപ്പൊ എനിക്കൊരു 11 മണി 11:30 ആകുമ്പോഴേക്കും തുണികളൊക്കെ കഴുകി ഉണക്കി കിട്ടും. അത് ഞാൻ മടക്കി അലമാരയിൽ വെച്ചിട്ട് എനിക്ക് പോകാം. അല്ലാതെ കുറെ മുഷ്ണ തുണികൾ അവിടെ ഇട്ടുകൊണ്ടോ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി കഴുകിയാൽ തന്നെ നമ്മൾ എവിടെ അത് തോരിടാൻ വേണ്ടി ഇടും? അത് ബാൽക്കണിയിൽ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ കുറെ ദിവസത്തേക്ക് വേണ്ടി വീണ്ടും പുറത്തു പോകുമ്പോൾ. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങളിലും എനിക്ക് ഈ ഡ്രയർ വളരെയധികം യൂസ്ഫുൾ ആണ്. വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വളരെയധികം കഠിനമായ ശൈത്യകാലമുള്ള സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. പക്ഷെ ഇതിന് വില കൂടുതലാണ്. പിന്നെയും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാങ്ങിക്കുമ്പോൾ. അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഞാനിനി സംസാരിക്കാൻ പോകുന്നത്. ഒരു ഡ്രയർ വാങ്ങി വീട്ടിൽ വെക്കുന്നതിന് മുമ്പ് വേണ്ട ജനറൽ റിക്വയർമെന്റ്സ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഡ്രയേഴ്സ് ഉണ്ടെന്ന് ആദ്യം അറിയണം. അതിനുശേഷം മാത്രമേ എന്തൊക്കെയാണ് അതിനനുസരിച്ച് സജ്ജീകരണങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. മെഷീന്റെ പ്രവർത്തനം അനുസരിച്ച് 3 തരം ഡ്രയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വെന്റഡ് ഡ്രയേഴ്സ്, 2 കണ്ടൻസഡ് ഡ്രയേഴ്സ്, മൂന്നാമത്തത് ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ്. വെന്റഡ് ഡ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ തുണികളെ ഉണക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നീരാവി, ആ ഹോട്ട് എയർ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചൺ ഹുഡിന് ഉപയോഗിക്കുന്ന പോലെ ഒരു ലൈറ്റ് അലുമിനിയം കൊണ്ടുള്ള ഒരു വെന്റ് ഈ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് കൊടുക്കണം. അത് ചിലപ്പോൾ ഒരു ചുമരിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിൻഡോയിലൂടെ ആയിരിക്കാം. രണ്ടാമതായി കണ്ടൻസഡ് ഡ്രയർ ആണ്. അതിലെ ഹോട്ട് എയർ നമ്മളൊരു വെന്റ് പൈപ്പ് കൊടുത്ത് പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഹോട്ട് എയറിനെ വീണ്ടും വെള്ളമാക്കി മാറ്റി ഒരു വാട്ടർ കളക്ഷൻ ടാങ്ക് ഉണ്ട് ഈ വാഷിംഗ് മെഷീന്റെ മീതെ. അതിൽ കളക്ട് ചെയ്തിട്ട് ഈ സൈക്കിൾ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ആ ടാങ്ക് പുറത്തേക്ക് എടുത്ത്
നമ്മൾ സിങ്കിലേക്ക് അത് ചെരിച്ചൊഴിച്ച് കളഞ്ഞാൽ മാത്രം മതി. മൂന്നാമത്തേതായി ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ് ആണ്. ഇതിൽ ഒരു വെന്റ് പൈപ്പിന്റെ ആവശ്യവുമില്ല. പക്ഷെ വാട്ടർ കളക്ഷൻ ടാങ്ക് തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കും. ഇതിൽ ഈ ഹീറ്റ് പമ്പ് ഡ്രയേഴ്സിനെ മറ്റ് 2 മോഡൽസിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതാണ്: ഇത് വളരെയധികം ഹൈ ടെമ്പറേച്ചറിലല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തുണികളിൽ കുറച്ചും കൂടി ജെന്റിൽ ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. വെന്റഡ് ഡ്രയേഴ്സിലും കണ്ടൻസഡ് ഡ്രയേഴ്സിലും വളരെ ഉയർന്ന ടെമ്പറേച്ചറാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ടെമ്പറേച്ചറിലാണ് തുണികൾ ഉണങ്ങിക്കിട്ടുന്നത്. അപ്പൊ അത് ചില തുണികൾക്ക് അത് വളരെ മോശമായിട്ട് വന്നേക്കാം. അതേസമയം ഹീറ്റ് പമ്പ് ഡ്രയേഴ്സിൽ റെഫ്രിജറന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഫ്രിഡ്ജുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു റെഫ്രിജറന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ പോയില്ല. മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസും ഒരു 50% ഈ പ്രവർത്തനം കാരണം കുറവേ വരുള്ളൂ. ഇത് കൂടുതൽ എനർജി എഫിഷ്യന്റ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി ബില്ല് മറ്റ് 2 എണ്ണം ഉപയോഗിക്കുമ്പോൾ ഉള്ളത്ര കൂടുതൽ വരില്ല. പിന്നെ കുറച്ച് തുണികളെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. കണ്ടൻസ്ഡ് ഡ്രയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് വരിക. കാരണം കണ്ടൻസ്ഡ് ഡ്രയറിൽ ഹോട്ട് എയർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു മാത്രമല്ല, ആ ഹോട്ട് എയറിനെ വെള്ളമാക്കി മാറ്റി ഒരു കളക്ഷൻ ടാങ്കിൽ അത് ശേഖരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സും കൂടി എക്സ്ട്രാ ഉള്ളത് കൊണ്ട് കണ്ടൻസ്ഡ് ഡ്രയറിന് കൂടുതൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണ്ടി വരും. വെന്റ് ഡ്രയേഴ്സിന് ഈ ഹോട്ട് എയർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അതിന്റെ നീരാവിയും ആ വെന്റ് പൈപ്പിലൂടെ പുറത്തേക്ക് കളയുന്നത് കൊണ്ട് തന്നെ അത് വാട്ടറാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് കുറവുള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. മെഷീന്റെ പ്രവർത്തനം അനുസരിച്ച് നമ്മൾ 3 മോഡലുകളെ പരിചയപ്പെട്ടു. ഇനി ഒരു മെഷീൻ സജ്ജീകരിക്കുന്നതനുസരിച്ച് 2 തരം മോഡലുണ്ട്. അതായത് ഒരു വാഷിംഗ് മെഷീന്റെ ഒപ്പം തന്നെ 100% ഡ്രയർ എക്സ്ട്രാ കൊടുത്തിട്ട് ഉള്ള ഒരു തരം കോംബോ, വാഷർ ഡ്രയർ കോംബോ എന്ന പേരിൽ വരുന്ന ഡ്രയേഴ്സ് ഉണ്ട്. രണ്ടാമത്തത് സ്റ്റാൻഡ് അലോൺ ഡ്രയേഴ്സ്. അതിൽ തുണി ഉണക്കുന്നു എന്ന പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ, വാഷിംഗ് നടക്കുന്നില്ല. നിങ്ങൾ ഏത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്താലും അതിൽ നിന്ന് ആ സൈക്കിൾ കഴിയുമ്പോൾ തുണികൾ എടുത്ത് ഈ ഉണക്കുന്ന മെഷീനിലേക്ക് മാറ്റണം. വേറെ വാഷർ ഡ്രയർ കോംബോ മെഷീനുകളിൽ അതിൽ തന്നെ വാഷിംഗ് നടന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ 100% ഡ്രൈയിങ് പ്രോസസ്സും നടക്കും. ഇനി നിങ്ങൾ ഏത് തരം ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിലും വെന്റഡ്, കണ്ടൻസർ, ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ്, വാഷർ ഡ്രയർ കോംബോ അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഡ്രയർ, ഇതിൽ ഏത് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ ഡ്രയർ വെക്കാൻ പോകുന്ന സ്ഥലത്ത് വേണ്ട റിക്വയർമെന്റ്സിനെ പറ്റി പറയാം. ആദ്യമായി 15 ആംസിന്റെ പവർ സോക്കറ്റ് വേണം. ഇനി നിങ്ങൾ വെറും ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റാൻഡ് അലോൺ ഡ്രയർ യൂസ് ചെയ്യുകയാണ്, വാഷർ ഡ്രയർ കോംബോ അല്ലെങ്കിൽ വാട്ടർ ഇൻലെറ്റിന്റെയും ഔട്ട്ലെറ്റിന്റെയും ആവശ്യമില്ല. എന്നാൽ വാഷിങ്ങോട് കൂടിയ വാഷർ ഡ്രയർ കോംബോ മെഷീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ഇൻലെറ്റും ഔട്ട്ലെറ്റും തീർച്ചയായും വേണ്ടി വരും. ഒരു ഡ്രയറിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ഡ്രയറോ അല്ലെങ്കിൽ ഒരു വാഷർ ഡ്രയർ കോംബോ ആവട്ടെ, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് ഹൈറ്റ് 85 സെന്റിമീറ്റർ, വിഡ്ത്ത് അഥവാ വീതി 60 സെന്റിമീറ്റർ, പിന്നെ ഡെപ്ത് അതായത് പിന്നിലേക്കുള്ള ആ ഒരു ആഴം വരുന്നത് 62 സെന്റിമീറ്റർ. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ എത്ര മെഷർമെന്റിന്റെ കാര്യത്തിൽ അങ്ങനെ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അധികവും ഇത് മീതിയാണ് വെക്കുക. ഒന്നിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം അതിനു വേണ്ടി വിട്ട് ഡിഷ് വാഷറോ വാഷിംഗ് മെഷീനോ വെക്കുന്ന പോലെ നിങ്ങൾക്കിത് വെക്കാൻ പറ്റില്ല. അതിന് ചുറ്റും ഓപ്പൺ ഏരിയ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതൊരു ക്ലോസ്ഡ് ഒരു സ്ലോട്ടിൽ വെക്കാത്തത് കൊണ്ട് ഇതിന്റെ സൈസ് നിങ്ങൾക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല, ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും. സാധാരണയായിട്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന്റെ മീതെ തന്നെ അത് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഡ്രയർ ഫിക്സ് ചെയ്യാറ്. ഇനി നിങ്ങളുടെ അടുത്തുള്ളത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില മോഡലുകൾക്കും എനിക്ക് തോന്നുന്നത് മിക്കവരും അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, മിക്ക ബ്രാൻഡുകൾക്കും അത് ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റാൻഡ് വെച്ച്, സെപ്പറേറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മീതെ ഈ ഡ്രയർ വെക്കുന്നുണ്ട്. അപ്പൊ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ അതിന്റെ മൂടി
മീതോട്ട് തുറക്കാനുള്ള അത്രയും ഗ്യാപ്പ് വിട്ടിട്ട് അതിന്റെ മീതെ ഇത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് തുണി ഇടാനോ എടുക്കാനോ വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ അതിന്റെ മീതിയുള്ള ആ വാട്ടർ കളക്ഷൻ ടാങ്ക് ഏറ്റവും മീതിയാണ് വരുന്നത്. ആ ടാങ്ക് കൈകൊണ്ട് അത് പുറത്തേക്ക് വലിച്ചെടുത്ത് അതിലത്തെ വെള്ളം നമ്മൾ ഒരു സ്ഥലത്ത് ചെരിച്ച് കളഞ്ഞ് തിരിച്ചു വെക്കാനുള്ള കാര്യം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിന്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വെക്കാം. വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ വെക്കാം. അല്ലെങ്കിൽ ഒരു തുറസായ സ്ഥലത്ത് തന്നെ സാധാരണ ഫ്ലോറിലും ഇത് വെക്കാവുന്നതാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രധാന ബ്രാൻഡുകൾ LG, സാംസങ്, ബോഷ്, മൈഡിയ, സീമെൻസ് തുടങ്ങിയവയാണ്. ഇതിന്റെ വില വാഷർ ഡ്രയർ കോംബോ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് വാങ്ങുന്നതിനേക്കാൾ വില കുറവായിരിക്കും. ഒരു 39,000 തൊട്ടിട്ട്, അതായത് മൈഡിയയുടെ മോഡലാണ്, 39,000 തൊട്ടിട്ട് തുടങ്ങുന്നുണ്ട്. അതൊരു 70,000 അല്ലെങ്കിൽ 75,000 വരെയുള്ള മോഡൽസ് ഉണ്ട്. ഞാൻ പറയുന്നത് വാഷർ ഡ്രയർ കോംബോ ആണ്. അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ഡ്രയർ സെപ്പറേറ്റ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കേണ്ടതില്ല, രണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇനി അതല്ല നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് മതിയെങ്കിൽ ഇതിന്റെ വില ആക്ച്വലി ഒരു 25,000 തൊട്ടിട്ട് നമുക്ക് കണക്കാക്കാം. 25,000 തൊട്ട് 70,000 വരെയുള്ള മോഡൽസ് അവൈലബിൾ ആണ്. ഇനി വാഷിംഗ് മെഷീൻ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ ഡ്രയർ മാത്രമേ വാങ്ങിക്കേണ്ടുള്ളെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്, അത് സെപ്പറേറ്റ്. ഇനിയിപ്പോ രണ്ടും ഒരേ സമയം വാങ്ങിക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനും ഒരു ഫ്രണ്ട് ലോഡ് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എങ്കിൽ മാത്രമേ അതിന്റെ മീതെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സ്ഥല സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും പുതിയതായി വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംശയം വന്നേക്കാം, രണ്ടും കൂടിയുള്ള കോംബോ വാങ്ങിക്കണോ അതോ രണ്ടും സെപ്പറേറ്റ് വാങ്ങിക്കണോ? അതുകൊണ്ട് ഞാൻ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്ഥലം ലാഭിക്കണമെങ്കിലും പൈസ ലാഭിക്കണമെങ്കിലും വാഷർ ഡ്രയർ കോംബോന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. രണ്ടും ഒരേ കാര്യത്തിൽ തന്നെ നടക്കും. പിന്നെ എന്താണ് അവിടെ ഒരു പ്രശ്നമുള്ളത്, എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്നും കൂടെ അറിയണമല്ലോ. ഒന്ന്, ടൈം കൂടുതലാണ് എടുക്കുക കോംബോ മോഡൽസിൽ. കംപ്ലീറ്റ് വാഷിംഗ് കഴിഞ്ഞ് അതിന്റെ ഡ്രയറും കഴിഞ്ഞ് വരുമ്പോൾ സമയമെടുക്കും. അതേസമയം നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ വാഷിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറെ തുണികൾ ഒരുമിച്ച് കഴുകാനുണ്ടെന്ന് വിചാരിക്കാം. 2-3 ട്രിപ്പായിട്ട് കഴുകാനുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ട്രിപ്പ് ഇട്ടിട്ട് അത് ഡ്രയറിലേക്ക് മാറ്റി രണ്ടാമത്തെ വാഷിംഗ് തുടങ്ങാം. അത് കഴിഞ്ഞ് അത് ഡ്രയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ സൈക്കിൾ ഇടാം. വേറെ അതൊരു വാഷർ ഡ്രയർ കോംബോ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂർ നേരം എടുക്കും ഇത് കംപ്ലീറ്റ് സൈക്കിൾ തീരാൻ വേണ്ടി. അത്രയും നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് ഇടാൻ പറ്റുള്ളൂ. ഇലക്ട്രിസിറ്റി ബില്ല് കോംബോ മോഡൽസിൽ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വിലയും സ്ഥലവും സ്റ്റാൻഡ് അലോൺ മോഡൽസിന് കൂടുതൽ വേണ്ടി വരുമെങ്കിലും ഇതിന്റെ പവർ കൺസപ്ഷനും ടൈം കൺസപ്ഷനും കുറവാണ്, ക്വാളിറ്റി കൂടുതലാണ്. അതായത് വാഷർ ഡ്രയറിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡ്രൈയിങ് കിട്ടുന്നത് സ്റ്റാൻഡ് അലോൺ ഓൺലി ഡ്രയർ മാത്രമുള്ള മെഷീനിലായിരിക്കും. സ്റ്റാൻഡ് അലോൺ ഡ്രയേഴ്സിൽ വില കൂടുതലാണ് എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ തന്നെ 3 മോഡലുകളെ പറ്റി നമ്മൾ കണ്ടുവല്ലോ, വെന്റഡ്, കണ്ടൻസർ ആൻഡ് ഹീറ്റ് പമ്പ്. ഇതിൽ വെന്റഡ് ഡ്രയേഴ്സ് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത്. കണ്ടൻസ് ഡ്രയേഴ്സ് ആണ് അതിൽ കൂടുതൽ വിലയുള്ളത്. അതായത് ഒരു 40 to 55 ഇടയിൽ കണ്ടൻസ് ഡ്രയറിന്റെ വില വരും. വെന്റഡ് ഡ്രയർ എന്ന് പറയുമ്പോൾ ഒരു 22 തൊട്ടിട്ട് ഒരു 35 ഉള്ളിൽ വരും. ഇനി ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ് ആണെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. അതിന്റെ തുടക്കം തന്നെ 70 മീതൊക്കെ ഇനിയിപ്പോൾ അതിന്റെ ആ kg ഒരു 5 kg അല്ലെങ്കിൽ 6 kg അങ്ങനെ കുറവ് kgക്ക് പോവാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്കൊരു പിന്നെ ഒരു 55 തൊട്ടിട്ടോ മറ്റോ ചില മോഡലുകൾക്ക് മാത്രം കിട്ടിയെന്ന് വരും. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് IFBIM ഇലക്ട്രോളക്സും ആണ് കൂടുതൽ വെന്റഡ് ഡ്രയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ. കണ്ടൻസ് ഡ്രയേഴ്സ് മെയിൻലി ബൈ ബോഷ് ആൻഡ് സീമെൻസ്. പിന്നെ ഹീറ്റ് പമ്പ് ഡ്രയേഴ്സ് LG ആൻഡ് സാംസങ്. അപ്പൊ ഹീറ്റ് പമ്പ് ഡ്രയേഴ്സിന് ഇനീഷ്യലി നിങ്ങൾ വാങ്ങുന്ന ടൈമിൽ കൂടുതൽ വില കൊടുത്താലും ഭാവിയിലുള്ള യൂസ് വെച്ച് നോക്കുമ്പോൾ
അത് മുതലാക്കാം എന്നാണ് മാനുഫാക്ചറേഴ്സ് പറയുന്നത്. കാരണം ഇലക്ട്രിസിറ്റി ബില്ല് കുറയും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് അത് തുണികളെ വളരെയധികം ജെന്റിലായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇതിന് വാങ്ങിക്കുന്ന സമയത്ത് കൂടുതൽ വിലയും കൊടുക്കേണ്ടി വരുന്നത്. വാഷർ ഡ്രയർ കോംബോ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഷിങ്ങിന് ഉപയോഗിക്കാവുന്ന കപ്പാസിറ്റിയും ഡ്രൈയിങ്ങിന് ഉപയോഗിക്കാവുന്ന കപ്പാസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എത്ര കുറവാണോ അത്രയും നിങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. വാഷിങ്ങിന് ഇപ്പോൾ 8 കിലോ ആണെങ്കിൽ ഡ്രയറിന് 6 കിലോ എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പക്ഷെ ചിലതിന് 4 കിലോ അല്ലെങ്കിൽ 5 കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഡ്രയറിന്റെ സമയത്ത് ഒരു വെറ്റ് ക്ലോത്ത് ആണല്ലോ അതിൻ്റെ ഉള്ളിൽ പോകുന്നത്, അപ്പൊ അതിന് വെയിറ്റ് കൂടും. നിങ്ങൾ വാഷിങ്ങിന് ഇടുമ്പോൾ ഡ്രൈ ക്ലോത്ത് ആണ് അതിലിടുന്നത്. അതുകൊണ്ടാണ് വാഷിംഗ് കപ്പാസിറ്റി 8 കിലോ കാണിക്കുമ്പോൾ ഡ്രൈയിങ് കപ്പാസിറ്റി 5 കിലോ മാത്രം കാണിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റി തുണികൾ ഡ്രയറിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി അതിന് വേണ്ടിയിട്ട് യൂസ് ആവും. 7-8 kg ഡ്രൈയിങ് കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനിൽ 25 തൊട്ട് 30 വരെ എണ്ണം തുണികൾ നിങ്ങൾക്ക് ഉണക്കാവുന്നതാണ്. ഡ്രൈയിങ് സ്പീഡ് 1400 RPM എങ്കിലും ഉള്ളത് നോക്കി വാങ്ങിക്കുക. മോർ നമ്പർ ഓഫ് ഡ്രൈയിങ് പ്രോഗ്രാം കാണിച്ച് പല കമ്പനികളും കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അത് അത്രയും വലിയൊരു ഘടകമല്ല. കാരണം വാഷിംഗ് ആയാലും ഡ്രൈയിങ് ആയാലും 4-5 പ്രോഗ്രാമുകളിൽ കൂടുതലായി ആരും യൂസ് ചെയ്യാറില്ല. ഇനി ഒരു ഡ്രയറിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, നല്ല രീതിയിൽ ഇതിന്റെ ഇലക്ട്രിസിറ്റി ബിൽ വരും. രണ്ടാമത്തതായി സ്ഥിരമായിട്ടുള്ള ചൂട് വായുവിന്റെ ആ ഉപയോഗം തുണികളുടെ ക്വാളിറ്റിയെ കുറയ്ക്കും, അല്ലെങ്കിൽ ചില തുണികൾ ഷ്രിങ്കായെന്ന് വരാം. അപ്പൊ ഈ 2 പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഒരു മെഷീൻ വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് സെൻസിബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടും തുണികളുടെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടും നമുക്കത് വളരെയധികം ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യാം. മഴക്കാലത്ത് വളരെയധികം യൂസ്ഫുൾ ആണ്, അപ്പോൾ നിങ്ങൾക്കത് കുറച്ചു കാലം അടുപ്പിച്ച് യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് ചെറിയ തുണികളൊക്കെ നമ്മൾ കാറ്റിലോ അല്ലെങ്കിൽ വെയിലിലോ ഉണക്കാൻ ശ്രമിക്കുക. അതുപോലെ വലിയ ബെഡ്ഷീറ്റ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഡ്രയർ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത് സാധനവും നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിന്റെ ഡ്രൈയിങ് ടൈം എന്ന് പറയുന്നത് ഒരു ക്വിക്ക് പ്രോഗ്രാം ഇടുകയാണെങ്കിൽ 40 മിനിറ്റ്സ് തൊട്ടിട്ട് ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ വരെയുള്ള പ്രോഗ്രാമുകൾ ഇതിലുണ്ട്. അത് നമുക്ക് തുണിയുടെ കട്ടിയും വലുപ്പവും നമ്പറും അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോയിൽ കണ്ട ചില കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ തീർത്തു തരാം. നിങ്ങളൊരു മെറ്റൽ റാക്ക് കണ്ടിട്ടുണ്ടാവും, ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം ഈ സ്പോർട്സ് ഷൂ കേകിയതിന് ശേഷം അതിൽ വെച്ചിട്ട് ഈ മെറ്റൽ റാക്ക് അങ്ങനെ മെഷീനിലേക്ക് എടുത്ത് വെച്ച് ഡ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ ചുറ്റിക്കളിച്ച് ഇങ്ങനെ വട്ടം ചുറ്റി കൊണ്ടിരിക്കുന്നതിനെ ചിലപ്പോൾ കൂടുതൽ ഡാമേജ് ചെയ്യും. അതില്ലാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഹോട്ട് എയറിൽ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ആ ഉദ്ദേശത്തിനുള്ളതാണ്. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഞാൻ അവിടുന്ന് തിരിച്ചു പോണ അന്ന് ഉപയോഗിച്ചത് മാത്രം എടുത്തിട്ട് കഴുകിയിട്ടുള്ളതാണ്. അതല്ല അതിന്റെ മാക്സിമം കപ്പാസിറ്റി. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ബെഡ്ഷീറ്റുകളോ തുണികളോ ഇടാവുന്നതാണ്. എൻ്റെ സ്റ്റാൻഡ് അലോൺ ഡ്രയറാണ്. അത് വാഷിംഗ് മെഷീൻ്റെ മീതെ ഡയറക്റ്റ് വെച്ചിരിക്കുകയല്ല. അവിടെയുള്ള ഡിഷ് വാഷിംഗ് മെഷീൻ്റെ മീതെയായിട്ട് ഒരു ഗ്രാനൈറ്റ് സ്ലാബ് ഉണ്ട്. ആ സ്ലാബിന് മീതെയാണ് ഞാൻ ഈ ഡ്രയർ വെച്ചിരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ ഡ്രയറിൽ നിന്ന് എടുത്ത ഉണങ്ങിയ തുണികൾ കിച്ചൺ സ്ലാബിന്റെ മീതെ കൊണ്ടിടുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. ആ സ്ലാബ് എൻ്റെ ഒരു കിച്ചണിന്റെ ഞാൻ ഉപയോഗിക്കാത്ത, ഇതുവരെ കുക്കിങ്ങിനോ അപ്ലയൻസസ് ഉപയോഗിക്കാൻ വേണ്ടിയോ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സ്ലാബാണത്. അതുകൊണ്ടാണ് ഈ തുണികൾ കൊണ്ട് നേരിടുന്നത്. അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഈ കഴുകി ഉണങ്ങിയ തുണികൾ കൊണ്ടിട്ടിട്ട് അത് കൂടുതൽ അഴുക്കാവില്ലേ അല്ലെങ്കിൽ ഹൈജീൻ പ്രശ്നമില്ലേ എന്ന് വിചാരിക്കേണ്ട. അത് ഇതുവരെ ഉപയോഗിക്കാത്ത പുതിയ സ്ലാബാണ്. അത് നന്നായി തുടച്ചതിന് ശേഷമാണ് ഈ കഴുകി ഉണക്കിയ തുണികൾ അവിടെ കൊണ്ടിട്ടിട്ടുള്ളത്. ഒരു ഡ്രയറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും
ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മറ്റു വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം.